ഹായ് ഫ്രണ്ട്സ്, ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ചന്ദ്രമതിയും അതുപോലെ തന്നെ സുധിയും കൂടി പരസ്പരം കണ്ടുമുട്ടുന്നുണ്ട്. സുധിയുടെ പുറകെ തന്നെ ചന്ദ്രമതി ഓടിച്ചെല്ലുകയാണ്. എന്നിട്ട് സുധിയോടായിട്ട് ചോദിക്കുന്നുണ്ട്, എടാ മോനെ, നീ എന്താടാ ഇവിടെ ഇങ്ങനെ ഒരു സ്ഥലത്ത് താമസിക്കുന്നത്, എന്താ ഇതിൻ്റെ അർത്ഥം എന്ന് ചോദിക്കുമ്പോൾ സുധി പറയുന്നുണ്ട്, അമ്മേ, ഞാനൊരു ബിസിനസ് കാര്യത്തിന് വേണ്ടി വന്ന, അതുകൊണ്ടാണ് ഇങ്ങനെ താമസിക്കേണ്ടി വരുന്നത് എന്ന് പറയണ കേൾക്കുമ്പോൾ തന്നെ ചന്ദ്രമതിക്ക് ദേഷ്യം വരുന്നുണ്ട്. ചന്ദ്രമതി സുധിയുടെ മുഖം അടിച്ച് ഒന്ന് പൊട്ടിക്കുകയും ചെയ്യുകയാണ്. ആ സമയത്ത് സുധി ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാനൊരു വിഡ്ഢിയാണെന്ന് നീ കരുതിയോ? ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നീ എങ്ങനെ ജീവിക്കും? നീ എന്തൊക്കെയാണ് കാട്ടി കൂട്ടുന്നത്? എന്താണ് നിന്റെ ഉദ്ദേശം? നീ എന്തെങ്ങനെ ആവാൻ കാരണം മോനെ എന്നൊക്കെ ചോദിച്ചു ഒരുപാട് വഴക്ക് പറഞ്ഞുകൊണ്ട് തന്നെ ചന്ദ്രമതി എന്താടാ പറയടാ എന്നോട് എന്നൊക്കെ പറയുന്നുണ്ട്. ആദ്യം ഒന്ന് സുധി കാര്യങ്ങൾ പറയാൻ മടിക്കുന്നുണ്ടെങ്കിലും പിന്നീട് സുധി കാര്യങ്ങളെല്ലാം പറയുകയാണ്. സുധി തനിക്ക് പറ്റിയ അബദ്ധങ്ങളെക്കുറിച്ചും അതായത് ആ പെൺകുട്ടിയുമായിട്ടുണ്ടായ ആ സ്നേഹത്തിനെ കുറിച്ചും അവൾ തന്നെ ചതിച്ചതും അതുപോലെ തന്നെ അച്ഛൻ റിട്ടയർ ആയ പൈസ 50 ലക്ഷം രൂപ തട്ടാനാണ് അവളായ ഒരു കാര്യം എന്നോട് പറഞ്ഞതും അവൾ ഗർഭിണിയാണെന്ന് എന്നെ തെറ്റിദ്ധരിപ്പിച്ചതും എന്നുള്ള എല്ലാ കാര്യങ്ങളും സുധി അമ്മയോട് പറയുകയാണ്. അങ്ങനെ അവസാനം ആ ചെക്ക് അവൾക്ക് കൈമാറുകയും അവൾ ഇവിടെ നിന്ന് ഈ സ്ഥലത്ത് നിന്ന് തന്നെ അവൾ പോവുകയും തനിക്ക് താൻ അന്വേഷിച്ച് ചെന്നപ്പോൾ അവളുടെ വീട്ടിലുണ്ടായിരുന്നില്ലെന്നും തനിക്ക് ഭക്ഷണത്തിന് പോലും ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും തൻ്റെ കയ്യിൽ പണമില്ലെന്നും എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ സുധി അറിയിക്കുകയാണ് ചന്ദ്രമതിക്ക്. ഇതെല്ലാം കേട്ടിട്ട് വളരെ ദേഷ്യം വരികയാണ്. സുധിയുടെ മുഖം അടിച്ച് വീണ്ടും ഒന്ന് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ്, നീ ഇത്രയും വലിയ വിഡ്ഢിയായിരുന്നോ? നീ എന്താണ് ഒരു പെണ്ണിൻ്റെ വാക്ക് കേട്ട് ഇങ്ങനെയൊക്കെ ആയത്? നിന്നെ ഞാൻ ഇങ്ങനെയാണ് വളർത്തിയത്? നിന്നെ ഒരു രാജകുമാരനെ പോലെയല്ലടാ ഞാൻ വളർത്തിയത്. നിനക്കല്ലേ എല്ലാ സൗഭാഗ്യവും ഞാൻ തന്നിട്ടുള്ളത്. നീ വലിയൊരു പണക്കാരനാവും, ഒരു കോടീശ്വരനെ പോലെ ആകുമെന്ന് ധരിച്ച് ഞാനാണ് വിഡ്ഢി എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി ഒരുപാട് പൊട്ടിത്തെറിക്കുന്നുണ്ട്. അങ്ങനെ സുധി പറയുന്നുണ്ട്, അമ്മേനെ ശപിക്കരുത്. ഞാൻ അമ്മയോട് പറഞ്ഞത് മുഴുവൻ സത്യമാണ്. ഞാൻ സ്നേഹത്തിന് മുന്നിൽ വീണുപോയി. അവൾ എന്നെ ചതിച്ചതാണ്. സ്നേഹിച്ചപ്പോൾ എനിക്ക് മനസ്സിലായില്ല അതൊരു ചതിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ സുധി പറയുമ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട്, പോട്ടെ എന്ന് പറയാണ്. എന്നിട്ട് വീണ്ടും പോട്ടെ എന്ന് പറയണേ മുന്നേ തന്നെ വീണ്ടും ചന്ദ്രമതി അവൻ്റെ മുഖം അടിച്ച് വീണ്ടും അപ്പുറം കവളുകൾ അടിച്ച് പൊട്ടിക്കുകയാണ്. അപ്പോൾ സുധി പറയുന്നുണ്ട്, അമ്മ എന്നെ അടിച്ചോ, ഞാൻ മരിക്കുന്നവരെ അമ്മ എന്നെ തല്ലിക്കോ, ഞാൻ അത്രയും വലിയ ക്രൂരതയാണ് ചെയ്തത്. അച്ഛൻ്റെ ജീവിതത്തിലെ സമ്പാദ്യം മുഴുവൻ ഞാൻ നശിപ്പിച്ചതാണ് എന്ന് പറഞ്ഞിട്ട് അവൻ തന്നെ ചന്ദ്രമതിയുടെ കൈ എടുത്തിട്ട് അവൻ്റെ മുഖപ്പുറപ്പുറം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിർത്ത് എന്ന് പറയുന്നുണ്ട് ചന്ദ്രമതി. ഇനി എന്തായാലും എൻ്റെ മോന് സ്നേഹത്തിന് മുന്നിലേ വീണു പോയത്, എൻ്റെ മോൻ്റെ ജീവനെങ്കിലും അവൾ തിരികെ തന്നല്ല, അതിന് ദൈവത്തിന് നന്ദി പറയണം. ഞാൻ എത്രയോ അമ്പലങ്ങളിൽ നിനക്ക് വേണ്ടി പ്രാർത്ഥനയിട്ട് അതുപോലെ തന്നെ വഴിപാടൊക്കെ നടക്കുകയായിരുന്നു നിന്നെ ഒന്ന് കണ്ടു കിട്ടാൻ വേണ്ടിയിട്ട്. ഞാൻ വിചാരിച്ചു നീ ഏതെങ്കിലും ബിസിനസ് ചെയ്യാൻ വേണ്ടി പോയായിരിക്കുമെന്ന്. പിന്നെ നീ ലണ്ടനിലൊക്കെ പോയിട്ടുണ്ടാവും എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ പാസ്പോർട്ട് എൻക്വയറിക്ക് അവിടേക്ക് പോലീസ് വന്നപ്പോഴാണ് നീ ഇവിടെ തന്നെ നാട്ടിൽ എവിടെയോ ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. പിന്നെ നീ താമസിച്ചിരുന്ന സ്ഥലത്ത് ഞാൻ പോയപ്പോഴാണ് നീ ഒരു പെൺകുട്ടിയുമായിട്ട് എന്തൊക്കെയോ എന്തൊക്കെയോ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമൊക്കെ ഞാൻ അറിഞ്ഞത് എന്നിങ്ങനെ ചന്ദ്രമതി പറയുന്നുണ്ട്. അതിനുശേഷം സുധി പറയാണ്, അമ്മേ, ഞാൻ അവിടുന്ന് പോകുന്നതിന് ശേഷം പട്ടിണിയാണ്, എനിക്ക് ഭക്ഷണത്തിന് ഒരു നിവൃത്തിയില്ല, അതുകൊണ്ടാണ് ഞാൻ അവിടെ അന്നദാനത്തിന് വന്നത് എന്ന് പറയുമ്പോൾ നിന്നെ അവിടെ വെച്ച് കണ്ടപ്പോൾ ഞാൻ അവിടെ വെച്ച് തന്നെ ഞാൻ മരണപ്പെട്ടു. ആ ഒരവസ്ഥയിൽ ഞാൻ മരിച്ചൊരവസ്ഥയായിരുന്നു എനിക്ക് എന്നൊക്കെ പറയുന്നുണ്ട് ചന്ദ്രമതി. എന്നിട്ട് പറയാണ്, ഞാൻ ആ സമയത്ത് തന്നെ ഞാൻ ട്രെയിനിൽ തല വയ്ക്കാൻ പോയതാണ് അമ്മേ. ഞാൻ ട്രെയിനിൻ്റെ മുന്നിൽ കണ്ണുമടച്ച് അകലെ നിന്ന് വരുന്ന ട്രെയിനിനോട് കണ്ണടച്ച് നിന്നതാണ്. പക്ഷേ എൻ്റെ മനസ്സിലേക്ക് അപ്പോൾ ഓടി വന്നത് എൻ്റെ അമ്മയുടെ മുഖമാണ്. എൻ്റെ അമ്മ ഇത് ഞാൻ മരിച്ചു പോയാൽ എങ്ങനെ സഹിക്കും എന്ന് ആലോചിച്ചുകൊണ്ട് മാത്രം ഞാൻ അതിൽ നിന്ന് പിന്മാറിയതാണ് എന്നൊക്കെ സുധി പറയുമ്പോൾ അമ്മ ചന്ദ്രമതി ആകെ പൊട്ടിക്കരയുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം എന്തായാലും കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. നീ അന്ന് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ആകെ തകർന്നു പോയത് എൻ്റെ വേണുവേട്ടനാണ്. അതായത് നിൻ്റെ അച്ഛൻ വേണുവേട്ടൻ എല്ലാവരുടെയും മുന്നിൽ തല കുനിക്കേണ്ടി വന്നു, കല്യാണം മുടങ്ങുന്ന ഒരവസ്ഥയിൽ ആയപ്പോൾ എന്ന് പറയുന്നുണ്ട്. അതേ സമയത്ത് കല്യാണമൊന്നും മുടങ്ങിയില്ല. സച്ചിയോട് ആവശ്യപ്പെട്ടു അവളുടെ കഴുത്തിൽ താലി കെട്ടാനായിട്ട് വേണുവേട്ടൻ എന്ന് പറയുമ്പോൾ സുധി ചോദിക്കുന്നുണ്ട്, സച്ചിയോ എന്നിട്ട് എന്തായി എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം പറയാണ്, സച്ചി ആദ്യം സമ്മതിച്ചില്ലെങ്കിലും പിന്നീട് അവളുടെ കഴുത്തിൽ താലി കെട്ടാൻ സമ്മതിച്ചു. വേണുവേട്ടൻ ഒരു വാക്ക് പറഞ്ഞാൽ അവൻ തട്ടിക്കളയില്ലല്ലോ, അതുകൊണ്ട് തന്നെ അവൻ അത് അങ്ങനെ ചെയ്യുകയും ചെയ്തു എന്ന് പറയുന്നുണ്ട്. എന്തായാലും ആ പൂക്കാരിയും ഡ്രൈവറും എല്ലാവരും എൻ്റെ വീട്ടിൽ സുഖമായി ജീവിക്കുന്നുണ്ട്. നിനക്ക് മാത്രമേ ഈ ഒരു ഗതി വന്നുള്ളൂ, ആർക്കും ഒരു നഷ്ടവും സംഭവിച്ചില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം സുധി പറയാണ്, ഇനിയിപ്പോൾ എന്ത് ചെയ്യാമേ, ഞാൻ അമ്മയെ വീട്ടിലേക്ക് വന്നോട്ടെ എന്ന് ചോദിക്കുമ്പോൾ
ചന്ദ്രമതി പറയുന്നുണ്ട്, എനിക്കത് ആഗ്രഹമില്ലാതില്ല, പക്ഷേ നീ എൻ്റെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ വേണുവേട്ടനോടും സച്ചിയോടും ഞാൻ എന്ത് പറയും? വേണുവേട്ടൻ ഇത്രയും കാലം അധ്വാനിച്ച പൈസ നീ കൊണ്ട് കളഞ്ഞില്ലേ, അതെവിടെ എന്ന് ചോദിച്ചാൽ നീ എന്ത് മറുപടി പറയും എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ചന്ദ്രമതി. ആ സമയത്ത് നമ്മുടെ സുധി ഒന്നും മിണ്ടാതെ നിൽക്കാണ്. അതുകൊണ്ട് തന്നെ നീ വീട്ടിലേക്ക് വരണ്ട, ഇനിയിപ്പോൾ അച്ഛൻ്റെ പണമെല്ലാം നശിപ്പിച്ച നിന്നെ ചിലപ്പോൾ സച്ചി വെറുതെ വെക്കില്ല, സച്ചി നിന്നെ എല്ലാവരുടെ മുന്നിട്ട് തല്ലും. അതുകൊണ്ട് തന്നെ നീ തൽക്കാലം വീട്ടിലേക്ക് വരണ്ട. പിന്നെ ഞാൻ ഒന്ന് ചൂടാറിയതിന് ശേഷം കാര്യങ്ങളൊക്കെ എല്ലാവരെയും പറഞ്ഞു ധരിപ്പിച്ച് സമാധാനത്തോടു കൂടി നിന്നെ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളാം, നീ അതുവരെ ഇവിടെ തന്നെ കഴിഞ്ഞാൽ മതി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് സുധി പറയാണ്, അമ്മേ എനിക്ക് ഭക്ഷണം കഴിക്കാൻ വരെയും 10 പൈസ എൻ്റെ കയ്യിലില്ല എന്ന് പറയുമ്പോൾ, എങ്ങനെ ഉണ്ടാവാനുള്ള പൈസ മുഴുവൻ നീ നശിപ്പിച്ചില്ലേ, ഇനിയിപ്പോൾ എന്തായാലും അതൊക്കെ പോട്ടെ, ഞാനൊരു കാര്യം ചെയ്യാം, ഭക്ഷണം നിനക്കുള്ള ഭക്ഷണം ഞാൻ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി നിനക്ക് കൊണ്ടുതരാം എന്ന് പറയുമ്പോൾ സുധി പറയാണ്, വേണ്ട അമ്മേ, അത് വേണ്ട, എനിക്ക് പേടിയാണ്, സച്ചി അച്ഛൻ അതെങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാകുമെന്ന് പറയുമ്പോൾ, ആരും അറിയില്ല, അതൊക്കെ ഞാൻ നോക്കിക്കോളാം, നീ എന്തായാലും സമാധാനമായിട്ട് ഇരിക്കി, ഞാൻ എന്തായാലും പോണു എന്ന് പറഞ്ഞിട്ട് അമ്മ അവിടെ നിന്ന് പോവുകയാണ്. ചന്ദ്രമതി അവിടെ നിന്ന് പോകുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് വേണുവേട്ടനെയാണ്. വേണു അകത്തിരുന്നിട്ട്, വീടിൻ്റെ അകത്തിരുന്നിട്ട് എന്തോ പുസ്തകം ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ മുകളിൽ നിന്നും വരികയാണ് രേവതി. അപ്പോൾ രേവതിയോടായിട്ട് രേവതി ചോദിക്കുന്നുണ്ട് വേണുവേട്ടനോട്, അച്ഛന് ചായ എടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ മോളുടെ ചായ വേണ്ട എന്ന് പറയാൻ തോന്നില്ല, പക്ഷേ വരട്ടെ, ഇപ്പം വേണ്ട, മോൾ ഇവിടെ ഇരിക്കി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ രേവതി അച്ഛൻ്റെ അരികിലായിട്ട് കസേരയിൽ അങ്ങനെ ഇരിക്കുകയാണ്. അതേ സമയത്ത് മോള് ഇന്ന് എന്തിനാ വീട്ടിലേക്ക് പോയത്, വീട്ടിലേക്ക് പോയിട്ട് മോളുടെ വിഷമമൊക്കെ മാറിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അച്ഛ എന്ന് പറയുന്നുണ്ട്, എനിക്കറിയാം മോൾക്ക് ഇവിടെ പല വിഷമങ്ങളും ഇന്നലെ ഉണ്ടായല്ലേ, സച്ചി മോളോട് ദേഷ്യപ്പെട്ടുവല്ലേ, അതുകൊണ്ടല്ലേ രാവിലെ തന്നെ മോൾ അമ്മയെ കാണാൻ പോയത് എന്ന് പറയുന്നു. അപ്പോൾ ആ സമയത്ത് അച്ഛൻ എന്നോട് ഇതിനെപ്പറ്റി ഒരു വിശദീകരണവും ചോദിച്ചില്ലല്ലോ അച്ഛ എന്ന് ചോദിക്കുമ്പോൾ, എന്തിനാ മോളെ ഞാൻ ചോദിക്കേണ്ടത്, മോളുടെ മനസ്സ് എനിക്ക് മനസ്സിലാകും എന്ന് പറയുന്നുണ്ട്. എന്തായാലും നിങ്ങൾ രണ്ടുപേരും സ്നേഹമുള്ളവരാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾ രണ്ടുപേരും പരസ്പരം നിങ്ങളുടെ സ്നേഹം രണ്ടുപേരും തിരിച്ചറിയും, അതെനിക്ക് ഉറപ്പാണ്. സച്ചി ഒരു പാവമാണ് മോളെ, നിന്നെ ഒരുപാട് സ്നേഹിക്കും, എന്തായാലും അവൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ക്രൂരമുള്ള മനസ്സൊന്നല്ല എന്നൊക്കെ ഇങ്ങനെ സച്ചിയെക്കുറിച്ച് നല്ലതൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് വേണു. ആ സമയത്ത് നമ്മുടെ രേവതി പറയാണ്, എൻ്റെ അമ്മയും ഈ ഒരു കാര്യം തന്നെയാണ് പറഞ്ഞത്, കുറച്ച് നാൾ കഴിയുമ്പോൾ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആവുമെന്നാണ് എൻ്റെ അമ്മയും പറഞ്ഞത്, പക്ഷേ ഓരോ ദിവസം കഴിയും തോറും എനിക്ക് എന്തോ ഒരു വിഷമം തോന്നുന്നു അച്ഛാ, എനിക്ക് ഇതൊന്നും ശരിയാവുമെന്ന് തോന്നുന്നില്ല എന്നൊക്കെ രേവതി അങ്ങനെ പറയുന്നുണ്ട്. അതേ സമയത്ത് മോള് വിഷമിക്കേണ്ട, എന്തായാലും കാര്യങ്ങളൊക്കെ നടക്കുമെന്നൊക്കെ പറയുന്നു. പിന്നീട് കാണിക്കുന്ന നമ്മുടെ സച്ചിയെയാണ്. സച്ചി അങ്ങനെ കാറിൻ്റെ അടുത്തേക്കായിട്ട് ഇങ്ങനെ കൂട്ടുകാരന്മാരോട് സംസാരിച്ച് നിൽക്കുകയാണ്. അപ്പോൾ വേണു വിളിക്കുന്നുണ്ട് സച്ചിയെ. അപ്പോൾ എന്താ അച്ഛ എന്ന് ചോദിക്കുന്നുണ്ട്. നീ ഇപ്പോൾ എവിടെയാണ് എന്ന് ചോദിക്കുകയാണ്. നിന്നോട് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, നീ ഇന്ന് എന്തായാലും നേരത്തൂടെ വീട്ടിലേക്ക് എത്തണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് എത്ര മണിക്ക് അച്ഛ എത്തണ്ട, 9 മണിക്ക് എത്തിയാൽ മതിയോ എന്ന് സച്ചി ചോദിക്കുകയാണ്. 9 മണിക്കോ എന്ന് ചോദിക്കുന്നുണ്ട്. 5 മണി, ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, 5 മണി ആകുമ്പോഴേക്കും നീ വീട്ടിലേക്ക് എത്തിയിരിക്കണം എന്ന് വേണുവേട്ടൻ പറയുമ്പോൾ, അതെന്താ അച്ഛ എന്ന് പറയുന്നു. ഇല്ലെങ്കിൽ നീ ഇനി ഈ വീട്ടിലേക്ക് കയറില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് സച്ചി പറയാണ്, എനിക്ക് താമസിക്കാൻ വേറൊരു സ്ഥലം കിട്ടാഞ്ഞിട്ടൊന്നുമല്ല, പക്ഷേ എൻ്റെ അച്ഛൻ്റെ കൂടെ താമസിക്കാൻ അതെനിക്ക് വലിയൊരു ആഗ്രഹമാണ്, അതുകൊണ്ട് തന്നെ ഞാൻ അത് വേണ്ടെന്ന് വെക്കില്ല, ഞാൻ അച്ഛൻ പറഞ്ഞ പോലെ തന്നെ കൃത്യസമയത്ത് എത്തിക്കോളാമെന്ന്. എന്താ എത്ര അത്യാവശ്യമായിട്ട് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത്യാവശ്യമുണ്ട്, അതുകൊണ്ടാണല്ലോ വരാൻ പറഞ്ഞതെന്ന് പറയുന്നു. എന്തായാലും ഞാൻ വരാം, ഇനിയിപ്പോൾ കാശ്മീരിലേക്കാണ് ഓട്ടം കിട്ടിയതെങ്കിൽ പോലും ഞാൻ അതൊക്കെ വിട്ടിട്ട് ഞാൻ അച്ഛൻ്റെ അരികിലേക്ക് കൃത്യസമയത്ത് എത്തിയിരിക്കുമെന്ന് പറയുന്നുണ്ട്. ശരിയടാ എന്ന് പറയുന്ന സമയത്ത് വീണ്ടും സച്ചി ചോദിക്കുകയാണ്, അല്ല അച്ഛാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ദേഷ്യപ്പെടരുത് എന്ന് പറയുന്നുണ്ട്. എന്താടാ എന്ന് ചോദിക്കുകയാണ്. ഞാൻ ഇന്ന് വൈകിട്ട് വരണോ അച്ഛാ, ഇന്ന് നിർബന്ധമാണോ എന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ, ഇതിനുള്ള മറുപടി നിന്നോട് ഞാൻ പറയുന്നില്ല, നീ ഫോൺ വെച്ച് എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചോളാം, നീ അല്ലെങ്കിൽ വരുന്ന കാര്യം മറന്നു പോകുമെന്ന് സച്ചിയോടായിട്ട് വേണുവേട്ടൻ പറയുന്നുണ്ട്. അങ്ങനെ സച്ചി ഓക്കെ അച്ഛ എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്യുമ്പോൾ സച്ചി പറയുന്നുണ്ട് ഈ അച്ഛൻ്റെ ഒരു കാര്യം എന്ന് പറയുന്ന സമയത്ത്, അതേ സമയത്ത് തന്നെ വേണുവേട്ടൻ ഫോൺ കട്ട് ചെയ്യുമ്പോൾ ഈ ചെറുക്കൻ്റെ ഒരു കാര്യം എന്നിങ്ങനെ പറഞ്ഞ് രണ്ടുപേരും അങ്ങനെ നിൽക്കുന്ന ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക്